LDFിൻ്റെ ഒരു തന്ത്രം, ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ തന്ത്രം എന്ന് വെച്ചാൽ ചേലക്കരയിൽ LDFിന് മിന്നുന്ന ജയം ലഭിക്കാൻ ഒരു പരിധിവരെ ആ തന്ത്രം വിജയിക്കുകയും ചെയ്തിരുന്നു. അത് മറ്റൊന്നുമല്ല, മാധ്യമങ്ങളെ പാലക്കാട് തന്നെ തളച്ചിടുക എന്നതാണ്. പാലക്കാട് വിഷയമായി മാറുകയും പാലക്കാട് ഓരോ സംഭവങ്ങളും പ്രധാന വാർത്തയായി മാറുകയും മാധ്യമങ്ങളെല്ലാവരും അതിന് പിറകെ വരികയും ചെയ്തിരുന്നു. അത് LDFിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ തന്ത്രമായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞിരുന്നു ഏഷ്യാനെറ്റ്. ചേലക്കരയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന സ്ഥലം, അവിടെയാണ് രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നത്. അതാണ് കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യേണ്ടത്. ചേലക്കരയിൽ LDF ജയിച്ചാൽ അത് സർക്കാരിൻ്റെ നേട്ടമായി, ഭരണവിരുദ്ധ വികാരമില്ലായ്മയുടെ തെളിവായി ചിത്രീകരിക്കപ്പെടും എന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് ഏഷ്യാനെറ്റായിരുന്നു. ഏഷ്യാനെറ്റ് അത് സംബന്ധിച്ച് തുറച്ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. 2 അന്ത്യചർച്ചകൾ ആ വിഷയത്തിൽ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ മാധ്യമങ്ങൾക്ക് അതിൽ കേന്ദ്രീകരിക്കാൻ സമയം കിട്ടിയില്ല, ശ്രദ്ധ കിട്ടിയില്ല. മാധ്യമങ്ങൾ എല്ലായ്പ്പോഴും പാലക്കാട് കേന്ദ്രീകരിക്കേണ്ടി വന്നു. അത് LDFിൻ്റെ രാഷ്ട്രീയ വിജയം കൂടിയാണ്. ഏറ്റവും ആദ്യം ഡോക്ടർ പി സരിൻ കോൺഗ്രസ് വിട്ട് LDFിലേക്ക് വന്നത്, അതേക്കുറിച്ചായി ചർച്ചകൾ, അതിന് പിറകെയായി മാധ്യമങ്ങൾ. പിന്നീട് LDFിൻ്റെ സ്ഥാനാർത്ഥിയായി സരിൻ വന്നതോടുകൂടി സരിൻ്റെ പിറകെ മാധ്യമങ്ങൾക്ക് പോകേണ്ടി വന്നു. ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷ്പ്രഭമാകുന്ന അവസ്ഥ പോലും ഉണ്ടായിരുന്നു ആദ്യ ഘട്ടത്തിൽ. പിന്നീടാണ് കത്ത് വിവാദം വരുന്നത്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് K മുരളീധരനാണ് സ്ഥാനാർത്ഥിയാകേണ്ടത് എന്ന് DCC KPCCയെ അറിയിച്ച സംഭവം, കത്ത് നൽകിയ സംഭവം, ആ കത്ത് പുറത്തു വന്നു. അതും വലിയ ചർച്ചയായി മാറി. അതിന് പിറകെ തന്നെ മാധ്യമങ്ങൾക്ക് പോകേണ്ടി വന്നു. ചേലക്കരയിലേക്ക് ശ്രദ്ധിക്കാനേ സമയം കിട്ടിയിരുന്നില്ല, അങ്ങോട്ട് തിരിയാൻ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇടക്ക് ചില ശ്രമങ്ങൾ നടന്നിരുന്നു. K രാധാകൃഷ്ണന്റെ അതൃപ്തി, അദ്ദേഹം മണ്ഡലത്തിൽ പ്രചാരണത്തിനില്ല തുടങ്ങിയ വാർത്തകൾ ബോധപൂർവം കൊണ്ടുവരുവാൻ മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നുവെങ്കിലും ആ സമയത്താണ് പാലക്കാട് മണ്ഡലത്തിൽ മറ്റൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്, പെട്ടി വിവാദം, കുഴൽപ്പണ വിവാദം. അതോടുകൂടി മാധ്യമങ്ങൾക്ക് അതിന് പിറകെ പോകേണ്ടി വന്നു. ദിവസങ്ങളോളം പിന്നീട് കുഴൽപ്പണമായിരുന്നു പാലക്കാട് മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയമായി മാറിയത്. ഈ സംഭവത്തിന് പിറകെ മാധ്യമങ്ങൾക്ക് ഇങ്ങനെ നിൽക്കേണ്ടി വന്നത്, ചേലക്കരയിലേക്ക് പോകാൻ മാധ്യമങ്ങൾക്ക് സമയം കിട്ടിയില്ല എന്ന് പറയാം. മാധ്യമങ്ങളുടെ ഇടപെടലിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മാധ്യമങ്ങൾ ഏത് പക്ഷത്താണ് നിൽക്കുന്നത്, സന്ദീപ് വാര്യരെ വെച്ച് മാത്രം നമുക്കത് കൃത്യമായും പറയാം. സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് വരുന്നു. ആ സന്ദീപ് വാര്യരുടെ ഇന്നലകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ, ഇന്നലകൾ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരുന്നു എന്ന് സംസാരിക്കാൻ, പറയാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായില്ല. അതിനു പകരം സന്ദീപ് വാര്യരുടെ വരവ് സർജിക്കൽ സ്ട്രൈക്ക് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വാർത്തകൾ ചമയ്ക്കാൻ, അന്ത്യചർച്ചകൾ നടത്താൻ, കോൺഗ്രസിന് വീണ് കിട്ടിയ, അവസാന നിമിഷം കിട്ടിയ വജ്രായുധമാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ ചമയ്ക്കാനാണ് നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മുൻകാലം എന്താണ്, അദ്ദേഹം നേരത്തെ എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരുന്നു, അത് തള്ളിപ്പറഞ്ഞു. അദ്ദേഹം തള്ളിപ്പറഞ്ഞില്ല. തള്ളിപ്പറയണമെന്ന് LDF തള്ളിപ്പറഞ്ഞുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തണമെന്ന് LDF പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ക്രിസ്റ്റൽ ക്ലിയർ സഖാവായി മാറാൻ സന്ദീപ് വാര്യർക്ക് കഴിയുമെന്ന AK ബാലൻ്റെ വാക്ക് പിടിച്ച് അദ്ദേഹം അത് പറഞ്ഞതിൻ്റെ പിറകിൽ മറ്റൊന്നുമുണ്ട്. ആദ്യം വാർത്താ സമ്മേളനം വിളിച്ച് ഇന്നലെ വരെയുള്ള തൻ്റെ നിലപാട് തള്ളിപ്പറഞ്ഞ് ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞു വന്നാൽ അദ്ദേഹം ഒരു ക്രിസ്റ്റൽ ക്ലിയർ സഖാവാകും എന്ന് പറഞ്ഞത് വളച്ച് തിരിച്ചും ഒടിച്ച് AK ബാലൻ പറഞ്ഞു ക്രിസ്റ്റൽ ക്ലിയർ സഖാവാണ് സന്ദീപ് വാര്യരെന്ന്. ഇപ്പോൾ കോൺഗ്രസ് ചേർന്നപ്പോൾ അദ്ദേഹം ശത്രുവായി എന്ന വ്യാഖ്യാനം ചമയ്ക്കാൻ മാധ്യമങ്ങൾ തയ്യാറായത് നാം കണ്ടതാണ്. എന്ന് വെച്ചാൽ കവചമൊരുക്കിയായിരുന്നു സന്ദീപ് വാര്യർക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ. അതേസമയം സന്ദീപ് വാര്യർ LDFിലേക്കാണ്, CPMിലേക്കാണ് വന്നതെങ്കിലോ അദ്ദേഹത്തിൻ്റെ ഇന്നലകൾ ചികഞ്ഞെടുത്ത് വാർത്തകൾ ചെയ്ത് CPM ചെയ്തിരിക്കുന്നത് മഹാ അപരാധമാണ്. BJPക്കാരനെ RSSകാരനെ സ്വീകരിക്കുകയാണ്, RSSും BJPയും തമ്മിൽ ബന്ധമുണ്ട്, അവർ തമ്മിൽ വ്യത്യാസമില്ല എന്ന നരേഷൻ, എന്ന രീതിയിൽ കേരളത്തിൽ വമ്പിച്ച പ്രചാരണം നമ്മുടെ മാധ്യമങ്ങൾ നടത്തും എന്ന കാര്യം സംശയമേയില്ല. അത് നടത്താൻ തയ്യാറായി അവർ നിൽക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലാണ് കോൺഗ്രസിലേക്ക് പോയത്. അപ്പോഴാണ് സംരക്ഷണത്തിൻ്റെ കവചമൊരുക്കാൻ തയ്യാറായി മാധ്യമങ്ങൾ വന്നത്. ഇവിടെ മാധ്യമങ്ങളുടെ ശ്രദ്ധ മുഴുവൻ പാലക്കാട്ടായിരുന്നു. പാലക്കാട് ഓരോ ദിവസവും വാർത്തകൾ കൊണ്ട് സമ്പുഷ്ടമാവുകയും ചെയ്തിരുന്നു. അതിനുവേണ്ടി CPIM നല്ല ഓവർ ടൈം ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. മാധ്യമങ്ങൾ ഇടയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ
ആദ്യം ഒരു ഘട്ടത്തിൽ പോയിരുന്നു. പിന്നീട് പോയത് കെ രാധാകൃഷ്ണൻ കേരളത്തിലെ ദളിത് മുഖ്യമന്ത്രിയാകുമായിരുന്നു, അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് അയച്ചത് അദ്ദേഹത്തോട് ചെയ്ത വലിയ അനീതിയാണ് എന്ന വാർത്ത പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അന്ത്യഘട്ടത്തിൽ നടന്നിരുന്നു. അതിനുശേഷം പറഞ്ഞു കേരളത്തിൽ ഇപ്പോൾ പട്ടികജാതി മന്ത്രിയില്ല, അതിന് കാരണം CPIM ആണ് എന്ന രൂപത്തിലുള്ള ചില പ്രചാരണങ്ങൾ സംഘടിപ്പിക്കാൻ മാത്യു കോഴനാടനെ പോലെയുള്ളവർ ഇറങ്ങി പുറപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ മാധ്യമങ്ങൾക്ക് പാലക്കാട് കേന്ദ്രീകരിക്കേണ്ടി വന്നു. LDF നിരന്തരം ഉണ്ടാക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾക്ക് പുറകെ പോകേണ്ടി വന്നു മാധ്യമങ്ങൾക്ക്. അതുകൊണ്ട് കൂടിയാണ് ഒരു പക്ഷേ ചേലക്കരയിൽ ഇത്ര അനായാസ ജയം നേടാൻ LDFന് കഴിഞ്ഞത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം മാധ്യമങ്ങൾ അവിടെയും കേന്ദ്രീകരിക്കുകയും കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അത് വലിയ തിരിച്ചടിയായി CPIMന് മാറുമായിരുന്നു. പക്ഷേ പാലക്കാട് LDF സ്വീകരിച്ച ഒരു രാഷ്ട്രീയ തന്ത്രമുണ്ട്, മാധ്യമങ്ങളെ ഇവിടെ തന്നെ പാലക്കാട് തന്നെ പിടിച്ചു നിർത്തുക എന്നത്. അതുകൊണ്ട് ചേലക്കരയിലെ രാഷ്ട്രീയം, ചേലക്കരയിലെ പ്രശ്നങ്ങൾ ആ നാട്ടിൽ മാത്രം ചർച്ചയായി മാറി. അതിന് വലിയ മാധ്യമ പ്രചാരണം കിട്ടിയില്ല, അത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ കഴിഞ്ഞില്ല. എല്ലാവർക്കും പ്രധാനം പാലക്കാടായി മാറുകയും ചെയ്തു. ഇടയ്ക്ക് KC വേണുഗോപാൽ വന്ന് കേരളത്തിൽ വന്ന് പറഞ്ഞു, യഥാർത്ഥ രാഷ്ട്രീയ മത്സരം നടക്കുന്നത് പാലക്കാടല്ല, യഥാർത്ഥ രാഷ്ട്രീയ മത്സരം നടക്കുന്നത് ചേലക്കരയിലാണ്. ചേലക്കരയിൽ LDF വിജയിച്ചാൽ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്ന പ്രചാരണം നടത്തും CPIM. അതിന് തെളിവായി അത് മാറും. അതുകൊണ്ട് അവിടെ തോൽപ്പിക്കുക എന്നത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ ലക്ഷ്യമാണ് എന്ന് KC വേണുഗോപാൽ പറഞ്ഞിട്ട് പോലും പ്രതിപക്ഷ നേതാവിനുൾപ്പെടെ പാലക്കാട് വിട്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിൽ പാലക്കാട് മണ്ഡലത്തിലെ രാഷ്ട്രീയ ചർച്ച സജീവമായി നിർത്താനും പാലക്കാട് മണ്ഡലം എങ്ങാൻ നഷ്ടപ്പെട്ടു പോയാൽ തൻ്റെ കസേര തന്നെ തെറിക്കുമെന്ന അവസ്ഥ ഉണ്ടായതുകൊണ്ട് അവിടെ തന്നെ നിന്ന് എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിപ്പിക്കണം എന്ന രീതിയിലേക്ക് UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളും മാധ്യമങ്ങളും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നാം കണ്ടത്. കാരണം പാലക്കാട് തോറ്റാൽ അത് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിക്ക് ഇടയാക്കുമെന്ന് മാധ്യമങ്ങൾക്ക് നന്നായി അറിയാം. ചേലക്കരയിൽ LDF ജയിച്ചാലും സാരില്ല, പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കണം, അല്ലെങ്കിൽ കോൺഗ്രസ് ഉണ്ടാകില്ല, UDF ഉണ്ടാകില്ല എന്ന തിരിച്ചറിവിൽ മാധ്യമങ്ങൾ അവിടെ കേന്ദ്രീകരിക്കുകയും ചെയ്തു. അങ്ങനെ കേന്ദ്രീകരിപ്പിക്കുന്നതിൽ LDFന്റെ തന്ത്രം വിജയിക്കുകയും ചെയ്തു. അത് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തിന് കാരണമായി മാറിയിട്ടുണ്ട് എന്ന കാര്യം സംശയമേയില്ല. മാധ്യമ പ്രചാരണം അത്രമാത്രം ഉണ്ടായിരുന്നു LDFനെതിരെ. ഒരു ഘട്ടത്തിൽ N കൃഷ്ണദാസിനെ മാധ്യമങ്ങളോട് പൊട്ടിത്തെറിക്കേണ്ടി വന്നതും നാം കണ്ടതാണ്. അത്രമാത്രം UDFന്റെ ഘടകകക്ഷികളെ പോലെ പ്രവർത്തിച്ചു. പക്ഷെ അവർക്ക് അവിടെ തന്നെ കേന്ദ്രീകരിക്കേണ്ടി വന്നു. ചേലക്കരയിലേക്ക് പോകാൻ സമയം കിട്ടാത്ത അവസ്ഥയിലേക്ക് LDF മാധ്യമങ്ങളെ പാലക്കാട് തളച്ചിട്ടത് ചേലക്കരയിലെ മിന്നുന്ന വിജയത്തിൻ്റെ ഒരു കാരണം കൂടി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയത്തിനും അത് ഒരു പരിധിവരെ കാരണമാകുകയും ചെയ്തിട്ടുണ്ട്.